എത്ര തവണ പോയാലും മടുക്കാത്തൊരു നഗരം ദുബായ്. ഓരോ തവണയും നമ്മെ ഇൻസ്പയർ ചെയ്യുന്ന നഗരം. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല കേട്ടോ. സന്തോഷ് ജോർജ് കുളങ്ങര ദുബായിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറിയുടെ വിശേഷങ്ങളായിട്ടാണ്. 50 ഫീൽസ് മുതൽ തുടങ്ങുന്ന ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സിന്റെ ഒരു കലവറ, ഒരു വിസ്മയ ലോകം. അല്ലാതെ ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. ഓരോ വീട്ടിലും ഓഫീസിലും പൊതുസ്ഥലത്തും ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭരണാധികാരി. ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറി വളരെ അഫോർഡബിൾ ആയിട്ട് പൊതുസമൂഹത്തിന് ചെടികൾ വാങ്ങിക്കാനും നട്ടുപിടിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ശരിക്കും നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര വെള്ളം ഒഴിക്കണം, എത്ര ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ലൈറ്റ് വരുന്നതിൻ്റെ ഏത് സൈഡിൽ ചെടികൾ വെക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ ടൈപ്പിലുള്ള ചട്ടികളും അവൈലബിൾ ആണ്. ചെടിയോട് കൂടിയിട്ടുള്ള ചട്ടികൾ കേട്ടോ. ചെറുത്, വലുത്, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് ഔട്ട്ഡോർ ഏരിയ ആണ് കേട്ടോ. ഇതാണ് 50 ഫീൽഡ്സിന് ഞാൻ പോയ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ ഒരു വൈറ്റ് പ്ലാന്റ് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഒരു പുല്ല് പോലത്തെ ഒരു ചെടി. എന്താണെങ്കിലും ഇത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഇതാണ് അവിടുത്തെ ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ. കുറേ ഫ്ലവറിങ് ആയിട്ടുള്ളതും നോൺ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഈ ഒരു കാർട്ടൺ നിറച്ചുള്ള ആ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ് ഇത് ശരിക്കും 10 ദിർഹത്തിന് എന്നോട് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടോ. എനിക്ക് ബാൽക്കണി ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇത് കണ്ടില്ലേ, വേറൊരു ചട്ടിയാണ്. ശരിക്കും ഒരു അര ആളുടെ പൊക്കത്തിലുണ്ട് ആ ചട്ടി. ഇത് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ അവിടെ വന്ന് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അറിയാം ആ ചട്ടീൻ്റെ വലുപ്പം എത്ര ഉണ്ടെന്നും ആ ചെടീൻ്റെ വലുപ്പം എത്ര ഉണ്ടെന്നും. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്നേക്ക് പ്ലാന്റ് ഫ്ലവർ ചെയ്ത് കിടക്കുന്നത് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണെങ്കിൽ എനിക്കത് ആദ്യത്തെ ഒരു അനുഭവമാണ്. നല്ല ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റ്. ഇത് ഒലിവ് മരത്തിൻ്റെ തൈകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതൽ വെള്ളം വേണമായിരിക്കും എന്ന്. എന്താണെങ്കിലും വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അത് പരിചരിക്കുന്നത്. പിന്നെ നല്ല ഗ്രീനറി കണ്ടുള്ള ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ മസ്റ്റാണല്ലോ. ഏക്കർ കണക്കിന് സ്ഥലത്താട്ടോ ഔട്ട്ഡോർ ഏരിയ എന്ന് പറയുന്നത്. ഭയങ്കര കളക്ഷൻസ്, അതായത് ഫ്ലവറിങ് ആയിട്ടുള്ളതും നോൺ ഫ്ലവറിങ് ആയിട്ടുള്ളതും പ്ലാന്റ്സ് ഒക്കെ. ഈ കാണുന്ന വലിയൊരു മരമില്ലേ, ആ കാണുന്ന അറബിയാട്ടോ, ആ കന്തൂറിട്ട അറബിയാണ് അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയാണ് ദുബായ് മുനിസിപ്പാലിറ്റിയിലെ വിശേഷങ്ങൾ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഫാംസിലാണ് പോയത്. ഇത് ലെമണിൻ്റെ മരമായിരുന്നു. ഇത് ഓറഞ്ച്. ഞാൻ അവരോട് ചോദിച്ചിട്ട് ഒരു ഓറഞ്ച് കഴിച്ചു കേട്ടോ. ഓറഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുളിയുള്ള ഓറഞ്ച് കേട്ടോ. ഇത് അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാര്യമാണ് ഫിംഗർ ലെമൺ. തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഫിംഗർ ലെമൺ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. പിന്നെ നമ്മുടെ സ്വന്തം മാവ്, എൻ്റെ ഹൈറ്റിനേക്കാളും ചെറിയ തൈകളുള്ള മാവ് എല്ലാം പൂത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കായ്ക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ മരം കണ്ടില്ലേ, ഒരു ബോൺസൈൻ്റെ മരമാണ്. ഇതല്ല ഇതിൻ്റെ വിത്ത്. സൈഡിൽ കൂടെ നോക്കിക്കേ, ഇരിക്കണ മരം അല്ലേ. നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാം. എന്താണെങ്കിലും ഞാൻ റേറ്റ് ഒന്നും ചോദിച്ചില്ല. ഇത് നമ്മുടെ മണിത്തക്കാളീൻ്റെ ഒരു റെഡ് എന്ന് വെച്ചാൽ ഈ റെഡൊന്നും അല്ല കേട്ടോ, വേറെ തന്നെ റെഡായിരുന്നു. പേര് എനിക്കറിയില്ല. പിന്നെ നമ്മളെ നാട്ടിൽ ഊട്ടിയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇംഗ്ലീഷ് ഐവി ഇല്ലേ, അതാണിത്. ഞാൻ പിന്നെ ഇത് വാങ്ങിയില്ല. ഞാൻ കുറേ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ടെമ്പറേച്ചറായിട്ട് അത് മാച്ച് ആവണില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. ഇത് ചട്ടികളുടെ ഒരു ലോകമാണ് കേട്ടോ. വലിയൊരു ഏരിയ നിറച്ചും എന്നെ കൊള്ളുന്ന രീതിയിലുള്ള ചട്ടികൾ കണ്ട് ഞാൻ അതിശയിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, നീ അതിശയിച്ച് നിന്നോ, ഞാൻ ഇവിടെ എന്താണെങ്കിലും ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഊഞ്ഞാലാടി. ഞാനിതാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. എല്ലാം കഴിഞ്ഞത് അവസാനം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെടികളും മണ്ണും ഒക്കെ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്തൊക്കെ ചെടികളാണ് ഞാൻ വാങ്ങിയതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.